ഈ ചർച്ചയ്ക്കകത്ത് പ്രധാനമായും അങ്ങ് ഉന്നയിച്ച പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മലയാള സിനിമയെ മാത്രമല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ രാജ്യത്ത് വന്നു വരുന്നുണ്ട്. അതിൽ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള പൃഥ്വിരാജിൻ്റെ സിനിമയെ ബന്ധപ്പെട്ട പ്രശ്നവും ഇപ്പോൾ സുരേഷ് ഗോപി അഭിനയിച്ച സിനിമയെ ബന്ധപ്പെട്ട വിഷയവും ഗവൺമെൻറ് അതിനകത്തൊരു നിലപാട് ഒരുപോലാണ്. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവത്തോട് യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ സിനിമയുടെ പേര് പിന്നീട് അത് മാറ്റാൻ, അല്ലെങ്കിൽ പേരിന് വള്ളിയും പുള്ളിയും മാറ്റി സിനിമയുടെ പേര് ആവിഷ്കരിക്കേണ്ട കാര്യമില്ല. കാരണം ജാനകി എന്ന് പറയുന്ന സിനിമ അതിന് മുമ്പ് കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ജാനകി വന്നപ്പോൾ എന്താണ് പ്രശ്നം? അപ്പോൾ സിനിമ ഒരു സ്വതന്ത്രമായ ഒരു പരിപ്രേക്ഷ്യമാണ്. അത് സ്വതന്ത്രമായി അതിൻ്റെ കലാരൂപങ്ങൾ, കലാപ്രവർത്തനം നടക്കണം. ഏതെങ്കിലും ആളുകളെ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ ഉള്ളതല്ല സിനിമ, അത് സംബന്ധിച്ചു. പക്ഷേ ഈ സിനിമയിലൊന്നും അത്ര ആക്ഷേപമോ അല്ലെങ്കിൽ മോശപ്പെടുത്തലോ കാണുന്നില്ല. അപ്പോൾ ബോധപൂർവമായി കത്രി വെക്കുക, അത് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ജനാധിപത്യ വിരുദ്ധമായ ചില സമീപനങ്ങളുടെ ഭാഗം തന്നെയാണ്. സെൻസർ ബോർഡ് അങ്ങനെ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. അത് സ്വതന്ത്രമായ സിനിമാ നിർമ്മാണത്തിൻ്റെ കടകൾ കത്തിവെക്കലാണ്. അതിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ സുവ്യക്തമാണ്. ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം എന്ന പക്ഷത്താണ്. ഈ കോൺക്ലേവിൽ ഈ ഉള്ളടക്കത്തിൻ്റെ ഭാഗമായി വരുന്ന ലഘു വിഷയങ്ങളിൽ ആ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ആ പ്രശ്നം ഇതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യും. നിയമനിർമ്മാണ ഘട്ടത്തിൽ നമ്മുടെ നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് അനുരൂപമായ രീതിയിൽ ഇതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനെ പറ്റി ഉള്ള ചർച്ചകളും ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഇതിനകത്തിപ്പോൾ നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് നമുക്ക് ഏത് നിയമനിർമ്മാണം നടത്താൻ പറ്റും. സിനിമാ രംഗത്ത് സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിത്വം പറയേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, സംസ്ഥാനമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രൽ നിയമങ്ങൾക്ക് ബാധകമാകുന്ന തരത്തിൽ ഇവിടെ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്? രണ്ട് തരത്തിൽ പറ്റും. ഒന്ന്, നമുക്ക് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന ഭാഗങ്ങൾ അതിൽ നിന്നുകൊണ്ട് ആലോചിക്കും. രണ്ട്, നമുക്ക് അവരോട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അപകടമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല, അത് നമുക്ക് അവരെ അറിയിക്കാനും പറ്റും. ഈ രണ്ട് തരത്തിൽ ഈ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ആശയഗതികൾ വളരട്ടെ. വന്നിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ അന്തിമ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും, എല്ലാത്തിനും തീരുമാനിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും സ്വതന്ത്രമായ ഒരു പരിപ്രേക്ഷ്യം സിനിമാ രംഗത്ത്, കലാരംഗത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി. നമുക്ക് എന്തായാലും ഈ 2-3 തീയതിയിലെ ചർച്ചകൾ കഴിഞ്ഞാൽ നമുക്ക് ക്യാബിനറ്റിലേക്ക് ഇത് പോകേണ്ടി വരും, പോളിസി അന്തിമമാക്കേണ്ടി വരും, നിയമസഭയിലേക്ക് പോകേണ്ടി വരും. ഇതിനിടയ്ക്കുള്ള നിയമപരമായ നിയമനിർമ്മാണ കാര്യങ്ങൾ വരും. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ റിപ്പോർട്ടും നമ്മുടെ ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ടുകളെല്ലാം, ഉള്ളടക്കങ്ങളെല്ലാം നമ്മൾ ഇത് സംബന്ധിച്ചിടത്തോളം ആമുഖമായി ഇവർ പരിശോധിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിൻ്റെ ഭാഗമായി ചിലത് വരുന്നുണ്ട്. പക്ഷെ അന്തിമമായ റിപ്പോർട്ടാകുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ശരി, ഒരു 6 മാസത്തിനുള്ളിൽ ഇത് പൂർണ്ണമായി നിയമനിർമ്മാണം അടക്കം പൂർത്തീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഇതിൻ്റെ നയ രൂപീകരണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനെക്കുറിച്ച് വിഷമം വേണ്ട, അല്ല വിഷമിക്കണ്ട, അവിടെ യാതൊരു കുഴപ്പമില്ല, ഭംഗിയായിട്ട് കാര്യം നടക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രയാസം വന്നാൽ അപ്പം തന്നെ നമ്മൾ ഇടപെടും. എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോഹൻലാൽ വരും എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സിനിമ നടിയായിട്ടുള്ള ഷീല വരുമെന്ന് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ പേര് ഞാൻ പറയുന്നില്ല. മമ്മൂക്കായ്ക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പോട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. കമലഹാസനെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ പല ആളുകളെയും ക്ഷണിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്, കുറേ ആളുകൾ പറഞ്ഞിട്ടില്ല. എന്തായാലും ശരി, നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ സെക്ടറിലെയും അനുഭവമുള്ളവർ വരിക എന്നുള്ളത്. അപ്പോൾ അടൂർ സാറ്, ശിവകുമാരൻ തമ്പി സാറ്, ഓരോ സെക്ടറിലും ഇന്ന് കേരളത്തിൽ പരിണിതപ്രജ്ഞരായ ഒത്തിരി ആളുണ്ട്. അവരെല്ലാം കൂടി വന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിൽ വരാൻ കഴിയുന്ന ആളുകൾ, എല്ലാവർക്കും സമയം ഉണ്ടാകണമെന്നില്ലല്ലോ, ഒരു 10-500 ഡെലിഗേറ്റ്സ് എന്തായാലും ഉണ്ടാകും. പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ പലരും വരുന്നുണ്ട്, അനുഭവമുള്ള ആളുകൾ ധാരാളം വരുന്നുണ്ട്.
TV ചന്ദ്രനെ പോലുള്ള ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ പല ആളുകളെയും പല വ്യത്യസ്ത കോണുകളിൽ നിന്നാണ് നമ്മൾ ഈ കോണിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മുടെ എല്ലാ സംഘടനകളുമായിട്ട് ചർച്ച നടത്തി. ഷാജിൻ ഖാൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അവരോട് ചർച്ച നടത്തി. അവരുടെ എല്ലാ അഭിപ്രായം കേട്ടു. ഒരു പിന്നെ രൂപരേഖ തയ്യാറാക്കി. അത് അന്തിമമാക്കാൻ വേണ്ടിയാണ്, ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോൺഗ്രസ് നടത്തുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം അതാണ് ഞാൻ പറഞ്ഞത്, 9 സെക്ഷനിലൂടെ ഒരു 10-40 വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് ആ ചർച്ചയുടെ അന്തിമ വിശകലനത്തിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വരുന്ന എല്ലാവർക്കും യോജിച്ച, ആ വാക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, എല്ലാവരും യോജിച്ച തരത്തിലേക്ക് എത്തുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങളായിരിക്കും അന്തിമമായിട്ട് പോളിസിയായിട്ട് വരാം. അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് വഴിയെ പോട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കേസിനാണ് വിളിച്ചു ഭയങ്കരമായ ഒരു പരിപാടി നടക്കുകയല്ലേ, ആ പരിപാടിക്കകത്ത് അങ്ങനെയുള്ളവരുണ്ട്, അതിൻ്റെ വഴിക്ക് പോട്ടെ. ഇപ്പോൾ ആരുടെ പേരിലെ കേസുണ്ട്? ഇപ്പോൾ ആരുടെ പേരിലെ കേസുണ്ട്? ഇപ്പം ആരുടെ പേരിലും കേസുണ്ടോ? നമ്മൾ ഈ നല്ല കാര്യം ചെയ്യുമ്പോൾ ഇതിനിടയ്ക്ക് അതെനിക്കറിയാമോ, അവരെ വിളിച്ചിട്ടുണ്ടോ, അവർ വരും. അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ എൻ്റെ വിഷയമല്ലേ. ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. ആ പ്രൊഡ്യൂസേഴ്സിൽ വരുന്ന അവരുടെ ഒരു സംഘടനയുണ്ട്. അവർ പറയുകയാണ് അവരുടെ പ്രൊഡ്യൂസേഴ്സ് 10 പേര് വരുന്നു. ആ 10 പേരിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വന്ന ആളിവിടെ വരുമ്പോൾ കൈക്ക് പിടിച്ചിട്ട് താരം കൊണ്ട് മാറി നിൽക്കുക എന്ന് പറയാൻ പറ്റും. ആ സ്ത്രീ സുരക്ഷ അങ്ങനെ ചോദിച്ചാൽ നന്നായി. ആളിൻ്റെ പേര് അങ്ങനെ ചോദിച്ചാൽ നന്നാവും. ഞങ്ങൾ അവരോട് പറയാം, പിന്നെ ഈ സംഘടനകളോട് പറയാം, ഇങ്ങനെ ചില ആളുകളെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണമെന്ന് പറയാം. അല്ല, ഞങ്ങൾ ഇന്ന് ചോദിച്ചുകൊണ്ട് പറയാം. അല്ല, ഞങ്ങളിപ്പോൾ ആളുകളെ വ്യക്തിപരമായിട്ടല്ല സെലക്ട് ചെയ്യുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സംവിധായകരുടെ സംഘടനയുണ്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടനയുണ്ട്, അല്ലെങ്കിൽ തിയേറ്ററുകളുടെ സംഘടനയുണ്ട്. ഞങ്ങൾ അവർക്കൊരു നമ്പർ കൊടുക്കും. നിങ്ങളുടെ സംഘടന പ്രതികരിച്ച് 10-15 ആളുകൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കണം. മനസ്സിലായില്ലേ? ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കൽ മേഖലയിൽ വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ലോകോത്തര നിലവാരമുള്ള ആളുകൾ, അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകൾ. ഞങ്ങൾ അവരിൽ വേട്ടക്കാരനും ഇങ്ങനെയുള്ള ആളുകളൊന്നും വരില്ല. മറ്റേതിനകത്ത് ആരും വന്ന് കയറിപ്പോയാൽ അന്നേരം നമുക്ക് ആലോചിക്കാം. ഞങ്ങളിപ്പോൾ ആൻ്റെ പേര് പറഞ്ഞ് വിളിക്കാൻ പറ്റും. അത് പറഞ്ഞിട്ട് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ലിസ്റ്റ് തരണ്ട്. ലിസ്റ്റ് തരുമ്പോൾ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ നമുക്കതൊരു ആലോചിക്കാം. അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ ആ പ്രശ്നമല്ല. ഇപ്പം നമ്മുടെ കോൺഗ്രസ് വിജയിപ്പിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ചർച്ചകൊണ്ടിരിക്കുന്നത്. മറ്റേതൊക്കെ അതിൻ്റെ ഒരു സബ്സിഡി സബ്ജക്റ്റ്, അതൊക്കെ വിട്ടേക്കാം. ശോഭ കിടക്കത്തില്ല, ഒരു ശോഭയും കിടക്കത്തില്ല. ശോഭന ഉൾപ്പെടെ വരുന്നുണ്ട്, ശോഭന വരുന്നുണ്ട്. അപ്പം അവർ തിങ്കളാഴ്ച മുതൽ അവരുടെ 2014 നിയമമൊക്കെ മാറ്റി വെച്ചു അടുത്ത ദിവസം 200 രൂപ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. തിങ്കളാഴ്ച കേരളവും നിലവിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ കുറേ നാളായി ആളുകൾ പറയുന്നുണ്ട് ഈ മൾട്ടിപ്ലക്സിൻ്റെയൊക്കെ വെള്ളം. അതിൽ സർക്കാരാണ് ഇടപെടേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ആലോചന അല്ല, ഞാനൊരു കാര്യം പറയാം. ഇവർ വല്ലതും ആലോചിച്ചെങ്കിലുള്ളൂ, ഞാൻ ആലോചിച്ചിട്ടില്ല. ഇപ്പം നമ്മുടെ സർക്കാരിൻ്റെ തലത്തിൽ ആലോചിച്ചിട്ടില്ല. അല്ല, അദ്ദേഹം പറഞ്ഞ അവർ തിയേറ്ററുകാരോട് എന്തോ ഒരു ആശയവിനിമയം നടത്താനായിട്ട് അവർ ആലോചിച്ചിട്ടുണ്ട്. അല്ല, കർണാടക ഗവൺമെന്റ് 15 ദിവസം സമയം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തിയേറ്ററുകാർ പറയണമെന്നുണ്ട്. അതായത് സിനിമ ഇൻഡസ്ട്രി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ആ നല്ല കാര്യമാണെങ്കിൽ കർണാടക ഗവൺമെന്റിന്റെ ഒരു ആശയം നടപ്പിലാക്കുന്നുണ്ട്. ഇവിടെ എതിർപ്പൊന്നുമില്ല. അല്ല അതെ ഇപ്പൊ ഞാൻ പറഞ്ഞത്, അല്ല അവർ നടപ്പാക്കുന്ന നയത്തെ പറ്റി ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. നമുക്ക് നല്ലോണം ആലോചിക്കാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. അത് കുറച്ച് മെച്ചപ്പെടാനുണ്ട്. തുടക്കമല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ മാസത്തിൽ തന്നെ നമ്മളിപ്പോ എഴുന്നേറ്റ് ഓട്ടം തോന്നിയാണ് പോകും. വരട്ടെ, നമുക്ക് വല്ല നോക്കാം. 1 വർഷം 2 വർഷം നമ്മളൊരു കാര്യം തുടങ്ങി, ഒരു പുതിയ അനുഭവമാണ്. നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ആരുമായിട്ടാണ്? നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് വൻകിട സ്ലാവുകളുമായിട്ടാണ്. അതിൻ്റെ തുടക്കത്തിൽ മനസ്സിലാക്കാഞ്ഞിട്ടല്ല, കുറച്ച് പ്രയാസങ്ങളുണ്ട്. അത് പരിഹരിച്ച് പോകാനുള്ള നല്ല ശ്രമം. പക്ഷേ അത് പിന്തിരിയാൻ ഉദ്ദേശിക്കുന്നില്ല.
അത് നടക്കും, അത് ഓടും, അത് നല്ലപോലെ മാരത്തോൺ ഓടി അവാർഡും മേടിക്കും. മതിയല്ലോ. ആ, ഒരു കുഴപ്പമില്ല, അത് റെഡിയാവും. എന്തായാലും തുടങ്ങിയല്ലോ. ഇന്ത്യയിൽ OTT പ്ലാറ്റ്ഫോം തുടങ്ങി ആദ്യത്തെ സ്റ്റേറ്റ് കേരളം മാറിയല്ലോ. നമ്മൾ പലതും തുടങ്ങിയപ്പോൾ അന്നത്തെ സ്ഥിതിയല്ല ഇന്ന് ഒത്തിരി മാറ്റമായി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 7 മണിക്കൂർ 8 മണിക്കൂർ യാത്ര ചെയ്ത ഇവിടെ നല്ല 10 മണിക്കൂർ യാത്ര ചെയ്ത് കാസർഗോഡ് പോകുന്നിടത്ത് 5 മണിക്കൂർ 6 മണിക്കൂറായല്ലോ കുറഞ്ഞത്. ഞങ്ങളത് 1 മണിക്കൂറാക്കാൻ വേണ്ടിയാണല്ലോ ശ്രമിച്ചത്. അത് നടന്നിരുന്നെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഇരുന്നത്. ഞാൻ ഒരു വിദേശ രാജ്യത്ത് പോയപ്പോൾ അവിടെ ഒരു ട്രെയിനിൽ കയറി, നിങ്ങൾ കേട്ടോണം, പക്ഷേ മാറി പോയില്ല. 900 കിലോമീറ്റർ 3 മണിക്കൂർ കൊണ്ട്, എന്നുവെച്ചാൽ ഇവിടുന്ന് ബോംബെ വരെ പോകുന്നത്. പക്ഷേ നമ്മൾ അത്ര എത്തിയില്ലെങ്കിലും നമ്മളിപ്പോൾ ഒരു 10 മണിക്കൂർ നമ്മൾ 7 മണിക്കൂറിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അത് മില്യൻ ഡിച്ചിട്ട് കുറയും. അപ്പം നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക, നമ്മളൊട്ടും മോശമല്ല, നമ്മൾ വല്ലതിലും പുരോഗമിക്കുന്നു, മുന്നേറുന്നുണ്ട്. ഇതെല്ലാം കേരളത്തിൽ ഒരു മാതൃകാ പദ്ധതികളായി മാറി എന്നുള്ളത് വസ്തുതയാണ്. അത് നമ്മൾ കാണും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ വനിതാ SC/ST സിനിമ വലിയൊരു പ്രചോദനമല്ല നമ്മൾ കൊടുത്തില്ല, ആത്മവിശ്വാസം കൊടുത്തില്ലേ? സ്ത്രീകൾക്ക് വനിതകൾക്ക് ടെക്നിക്കൽ മേഖലയിലേക്കുള്ള ട്രെയിനിങ് ചെറിയ കാര്യമല്ല. ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്. നമ്മുടെ ഫിലിം ഫെസ്റ്റിവലൊക്കെ വലിയ തരത്തിൽ നമുക്ക് ഈ കാലം ഉയർത്താൻ കഴിഞ്ഞു. നമുക്ക് നോക്കാം, കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇതിനെ കൂടുതൽ അങ്ങ് പറഞ്ഞ പോലെ മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് കോൺക്ലേവ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമാണ്, ചെറിയ കാര്യമല്ല. ഇത്രയും കലാകാരന്മാർ തിരുവനന്തപുരത്തെത്തി ഈ കോൺക്ലേവ് പങ്കെടുത്ത് അവരുടെ ആശയവിനിമയം നടത്തുന്ന ഒരു വേദി ചരിത്രത്തിലുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വേദി ഓപ്പൺ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. നാളത്തെ പറ്റി അത്തരം ഒരു വേദി ഡെമോക്രാറ്റിക്കായി നമ്മൾ ഓപ്പൺ ചെയ്യുക, അത് കേരളത്തിലെ മാത്രമല്ല രാജ്യത്തിൻ്റെ മാതൃകയാകുന്ന ഒരു കോൺക്ലേവാണ്. അതിലാണ് നമ്മൾ എല്ലാവരും ഈ ഊന്നൽ കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. 2-3 തീയതികൾ എല്ലാവരും കൂടെ കാണണം. വലിയ തരത്തിൽ നമ്മുടെ ഈ ചലച്ചിത്ര മേഖലയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൽ നമുക്ക് ഒരുമിച്ച് പോകാം.